ഈ കഴിഞ്ഞ ജൂൺ 9 അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും നിലനിന്നിരുന്ന പെട്രോ ഡോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാർ അവസാനിച്ചുവെന്നും അത് പെട്രോ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ തന്നെ അന്ത്യമാണ് എന്നും അത് അമേരിക്കൻ ഡോളറിൻ്റെ തകർച്ചയുടെ തുടക്കമാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ എന്ത് സാഹചര്യം മൂലമാണ് ഇങ്ങനെ ഒരു കരാറിൽ നിന്നും സൗദി അറേബ്യ പുറത്തേക്ക് പോകുന്നത്, അതുപോലെ തന്നെ ഡോളറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു നിക്ഷേപാവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ മാസവും 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അവസരം വന്നിരിക്കുകയാണ്. ആദിത്യ ബിർള സൺ ലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 30 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നിഫ്റ്റി ആൽഫ 50 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ നിഫ്റ്റി ആൽഫ 50 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 30.4%-ൻ്റെയും 26.8%-ൻ്റെയും റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങളൊരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അത് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഈ ആദിത്യ ബിർള സൺ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ AUM എന്ന് പറയുന്നത് 86,100 കോടി രൂപയാണ് എന്ന് കാണാം. ഇനി NRI ആയിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 18,000 രൂപയ്ക്ക് ഇവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്ന് കാണാം. ഈ ഒരു NFOയുടെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പെട്രോ ഡോളർ സംവിധാനം തന്നെയാണ്. അപ്പോൾ എന്താണ് പെട്രോ ഡോളർ സംവിധാനം എന്ന് ഈ ചാനലിൽ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചുരുക്കി വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ രീതിയിലുള്ള പുരോഗതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അമേരിക്കയുടെ റിസർവുകളിൽ ഏകദേശം 22,000 ടൺ സ്വർണ്ണത്തിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ ടോട്ടൽ റിസർവ് ഗോൾഡിൻ്റെ 75% അമേരിക്കയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അമേരിക്കൻ എക്കോണമി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട എക്കോണമികളെല്ലാം ഈ യുദ്ധങ്ങൾക്ക് ശേഷം തകർന്നു നിൽക്കുമ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും കടന്നു വരികയാണ്. അതിനെയാണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ അമേരിക്ക ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് മുന്നോട്ട് വെക്കുകയാണ്. അതായത് അമേരിക്കൻ ഡോളറിനെ ഗോൾഡുമായിട്ട് സ്വർണവുമായിട്ട് അവർ പെഗ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട രാജ്യം 44ഓളം രാജ്യങ്ങൾ അവരുടെ കറൻസിയെ അമേരിക്കൻ ഡോളറുമായിട്ട് പെഗ് ചെയ്യുകയാണ്. ഇതെന്തുകൊണ്ടാണെന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൻ്റെ കയ്യിൽ അമേരിക്കൻ ഡോളർ ഉണ്ടെങ്കിൽ ഈ ഡോളർ അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ $35 1 ഔൺസ് സ്വർണം എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾക്ക് സ്വർണം ലഭിക്കുമായിരുന്നു. അതായത് ഒരു ഡോളറിന് ഒരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്, ഗോൾഡുമായിട്ട് പെഗ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മൂല്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡോളറുമായിട്ട് അവരുടെ കറൻസിയെ പെഗ് ചെയ്ത് ഈ ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ബ്രെട്ടൺ വുഡ്സ് സംവിധാനത്തിലൂടെ അമേരിക്കയ്ക്ക് ഒരുപാട് ലാഭം ലഭിക്കുകയാണ്. അമേരിക്കൻ ഡോളറിന് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാവുകയാണ്. കാരണം അമേരിക്കൻ ഡോളർ കയ്യിലുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മൂല്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും അമേരിക്കൻ ഡോളറിനെ അവരുടെ റിസർവ് കറൻസി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇനി അമേരിക്കൻ ഡോളർ കിട്ടാനില്ല എങ്കിലോ അമേരിക്കയിലെ ട്രഷറി ബോണ്ടുകൾ രാജ്യങ്ങളെല്ലാം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങുകയാണ്. ട്രഷറി ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം കടമെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ട്രഷറി ബോണ്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര പണം തരികയാണെങ്കിൽ ഇത്ര കാലങ്ങൾക്ക് ശേഷം ഇത്ര പലിശയടക്കം ഈ പണം ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ആളുകൾക്ക് കൊടുക്കുന്ന ബോണ്ടിനെയാണ് ട്രഷറി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ ട്രഷറി ബോണ്ടും അമേരിക്കയുടെ ട്രഷറി ബോണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ കടമെടുക്കാൻ വേണ്ടി ട്രഷറി ബോണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങാനൊന്നും ഒരുപാട് ആളുകളുണ്ടാവില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പലിശ നൽകാം, നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മാത്രമേ മറ്റ് ലോകരാജ്യങ്ങളുടെ ട്രഷറി ബോണ്ടുകൾ വിറ്റുപോവുകയുള്ളൂ. എന്നാൽ അമേരിക്കൻ ഡോളറിന് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾക്കും വലിയ രീതിയിലുള്ള ഡിമാൻഡ് മാർക്കറ്റുകളുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പലിശ നിരക്കിൽ ഈ ട്രഷറി ബോണ്ടുകൾ വിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പലിശയൊന്നുമില്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും അമേരിക്ക എന്ന രാജ്യത്തിന് കടം
വാങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ ട്രഷറി ബോണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ഈ അമേരിക്കൻ ഡോളറിനും അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾക്ക് ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അമേരിക്കൻ എക്കോണമിയിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. കാരണം അമേരിക്കൻ എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഡോളറിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടുമ്പോൾ ഡോളറിൽ വലിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നതിനത് കാരണമാകും. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള വലിയ ബിസിനസ്സുകളെല്ലാം അമേരിക്കൻ എക്കോണമിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അമേരിക്കൻ ഡോളറിന് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ടാകുന്നു, അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നു, അമേരിക്കയുടെ ഫിസ്ക്കൽ സിസ്റ്റം അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖല നല്ല രീതിയിൽ ഭദ്രമായി മുന്നോട്ട് പോകുന്നു, അമേരിക്കയുടെ എക്കോണമിയെ ഇത് നല്ല രീതിയിൽ വളർത്തുകയും ഈ US ഡോളർ ലോകത്തിൻ്റെ ഒരു ഡോമിനൻ്റ് കറൻസി അല്ലെങ്കിൽ വേൾഡ് കറൻസിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ബ്രെട്ടൺ വുഡ്സ് സംവിധാനം മൂലം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ ഈ സിസ്റ്റം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അവരുടെ കയ്യിലുള്ള US ഡോളർ അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് അമേരിക്കയുടെ റിസർവിലുള്ള സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ട്രെൻഡ് പിൽക്കാലത്ത് വെളിവാകുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1950കളിൽ 22,000 ടൺ സ്വർണം അമേരിക്കയുടെ റിസർവിൽ ഉണ്ടായിരുന്നത് 1970കളായപ്പോഴേക്കും വെറും 10,000 ടണ്ണായിട്ട് കുറയുകയാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു ചലഞ്ച് വരികയാണ്. അമേരിക്കയുടെ കയ്യിലുള്ള ആ ഗോൾഡ് റിസർവുകൾ സംരക്ഷിക്കണം. അപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള ഗോൾഡ് റിസർവുകൾ സംരക്ഷിക്കണമെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് സംവിധാനത്തിൽ നിന്ന് അമേരിക്ക പുറത്തു വരണം. പക്ഷേ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് അമേരിക്ക പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ട്. കാരണം അമേരിക്കൻ ഡോളറിനുള്ള ആ ഒരു ഇൻട്രിൻസിക് വാല്യൂ നഷ്ടപ്പെടും. അമേരിക്കൻ ഡോളറിലുള്ള ഒരു വിശ്വാസം ലോകരാജ്യങ്ങൾക്ക് നഷ്ടപ്പെടുകയും അമേരിക്കയുടെ റിസർവ് കറൻസി എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥാനം ഒരുപക്ഷെ നഷ്ടപ്പെടുകയും അമേരിക്കൻ ഡോളറിലുള്ള ഒരു ഡിമാൻഡും അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യമൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഗോൾഡ് റിസർവിനെ സംരക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ ഡോളറിനുള്ള ആ ഒരു ഡോമിനൻ്റ് പൊസിഷനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ചർച്ചകൾ അമേരിക്കയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചർച്ചകളുടെയൊക്കെ ഭാഗമായി 1970കളിൽ റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞപ്പോൾ ടെമ്പററി ആയിട്ട് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് സംവിധാനത്തിൽ നിന്നും അമേരിക്ക പുറത്തേക്ക് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഈ സിസ്റ്റത്തിനെ അബാൻഡൻ ചെയ്യുകയാണ് എന്നുള്ളൊരു വലിയ തീരുമാനം മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം അമേരിക്ക അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം അവസാനിപ്പിച്ചിട്ടും അമേരിക്കൻ കറൻസിയുടെ ആ ഒരു ഡോമിനൻസ് നഷ്ടപ്പെടുന്നില്ല എന്ന് കാണാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും റിസർവ് കറൻസിയായിട്ട് അമേരിക്കൻ കറൻസി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കാണാം. കാരണം ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മോഡിറ്റി എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലായി മാറുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ്. സോ അമേരിക്കൻ ഡോളറും ക്രൂഡ് ഓയിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് അമേരിക്ക ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം അമേരിക്ക സൃഷ്ടിച്ചെടുക്കുന്നത് ആ ഒരു സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന സൗദി അറേബ്യയുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തീരാറായ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ തന്നെ സൗദിയുടെ രാജാവും തമ്മിൽ പലതരത്തിലുള്ള കരാറുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള കരാർ മുന്നോട്ട് വരുന്നത് 1974 പറയുന്നത്. സൗദിയുടെ പ്രിൻസും അതുപോലെ തന്നെ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി കിസിഞ്ചറും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഉള്ളതായിട്ട് കാണാം. ഈ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് 2 തരത്തിലാണ് ഈ കരാറിനെക്കുറിച്ച് ആളുകൾ പറയുന്നത്. ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സൗദിക്ക് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ സൗദിയുടെ സുരക്ഷ അമേരിക്ക ഉറപ്പുവരുത്താമെന്നുള്ളൊരു വാഗ്ദാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സൗദിക്ക് കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി നൽകുന്നതെന്ന് മാത്രമല്ല പുതിയ മിലിറ്ററി ടെക്നോളജികളും പുതിയ വെപ്പൺസും എല്ലാം സൗദിക്ക് കൈമാറാം എന്നുള്ളൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതിന് പകരമായിട്ട് സൗദി നടത്തുന്ന എണ്ണ വ്യാപാരം എക്സ്ക്ലൂസീവായിട്ട് US ഡോളറിൽ നടത്തണം എന്നുള്ളൊരാവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അതായത് സൗദി ആർക്കെങ്കിലും ക്രൂഡ് ഓയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അത് US ഡോളർ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ വിൽക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്തു എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നുമാണ് പെട്രോ ഡോളർ സംവിധാനം ഉയർന്നു വന്നത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എന്നാൽ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗം ശരിയാണ്. അതായത് സൗദിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും അമേരിക്ക നൽകാം എന്ന് ഉറപ്പുവരുത്തുന്നു. പക്ഷേ അതിന് പകരമായിട്ട് സൗദിയുടെ എണ്ണ വ്യാപാരം എക്സ്ക്ലൂസീവായിട്ട് US ഡോളറിൽ ചെയ്യാം എന്നല്ല പറയുന്നത്. സൗദിക്ക് ഈ എണ്ണ വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സർപ്ലസ് ഉണ്ടാവും, ഒരുപാട് പണം എക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ വരും. ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന പണമെല്ലാം അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ച് പിന്നീട്
പിന്നീട് സൗദി അംഗീകരിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും. സൗദിക്ക് എണ്ണ വ്യാപാരത്തിൽ നിന്ന് കിട്ടുന്ന എക്സസ് ആയിട്ടുള്ള പണം അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സസ് ആയിട്ടുള്ള പണം എന്തായിരിക്കണം? ഡോളർ ആയിരിക്കണം. ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സൗദിക്ക് ഡോളറിൽ വരുമാനം കിട്ടണമെങ്കിൽ സൗദി ക്രൂഡ് ഓയിൽ വിൽക്കുമ്പോൾ അത് ഡോളറിൽ വിറ്റാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ കരാർ എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിലും നമ്മളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക സൗദിക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ നൽകും. സൗദി എണ്ണ വ്യാപാരം നടത്തുമ്പോൾ അത് US ഡോളറിൽ തന്നെ നടത്താൻ നിർബന്ധിതരാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് 1974 കരാറിലൂടെ മുന്നോട്ട് വന്നത്. ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ പിന്നീട് പെട്രോ ഡോളർ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം സൗദിയുടെയും അമേരിക്കയുടെയും ഇടയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. നമ്മൾ 1980കളിൽ നോക്കുകയാണെങ്കിൽ അമേരിക്ക പുറപ്പെടുവിച്ചിട്ടുള്ള മുഴുവൻ ട്രഷറി ബോണ്ടുകളുടെ 30% ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് സൗദി ആയിരുന്നു എന്ന് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആദ്യം സൗദി ആയിരുന്നു, പിന്നീട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഡോളറിൽ തന്നെ അവരുടെ ഓയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കമ്മോഡിറ്റി ആയിട്ടുള്ള ഓയിൽ വാങ്ങണമെങ്കിൽ അവർക്ക് US ഡോളർ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഡോളറിന് കൃത്യമായിട്ടുള്ള ഒരു മൂല്യം മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ പോലെ തന്നെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം അവരുടെ റിസർവ് കറൻസിയിലെ ഒരു പ്രധാന ഭാഗം US ഡോളറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. US ഡോളറിനും US ട്രഷറി ബോണ്ടുകൾക്കുമുള്ള ഡിമാൻഡ് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പെട്രോ ഡോളർ സംവിധാനം മുന്നോട്ട് വന്നത് എന്നും ഇത് അമേരിക്കയുടെ എക്കോണമിയെ പഴയതുപോലെ തന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 1974 ജൂൺ മാസത്തിലാണ് സൗദിയുടെയും അമേരിക്കയുടെയും ഇടയിൽ പെട്രോ ഡോളർ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കരാർ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വാർത്തകൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പലരും പറയുന്നത് 50 വർഷത്തേക്കായിരുന്നു ഈ കരാറിൻ്റെ കാലാവധി. 1974 ജൂണിന് ശേഷം 50 വർഷം എന്ന് പറയുമ്പോൾ അത് 2024 ജൂൺ മാസമാണ് എന്ന് കാണാം. അപ്പോൾ ജൂൺ 9 തീയതിയോടുകൂടി ഈ കരാറിൻ്റെ കാലാവധി അവസാനിച്ചു എന്നും അതിനുശേഷം ഈ കരാർ റിന്യൂ ചെയ്യണ്ട എന്ന് സൗദി തീരുമാനിച്ചു എന്നുമാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഈ എണ്ണ വ്യാപാരത്തിൻ്റെ ഭാഗമായി സൗദിക്ക് കിട്ടുന്ന എക്സ്ട്രാ വരുമാനം അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ നടത്തുന്ന എണ്ണ വ്യാപാരം എക്സ്ക്ലൂസീവായിട്ട് അമേരിക്കൻ ഡോളറിൽ നടത്താമെന്നുമുള്ള ആ ഒരു കരാർ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സൗദിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ വാർത്തകളിൽ പറയുന്ന കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, അമേരിക്കൻ ഡോളറിൽ എക്സ്ക്ലൂസീവായിട്ട് എണ്ണ വ്യാപാരം നടത്തണ്ട എന്ന് സൗദി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഈ പെട്രോ ഡോളർ സംവിധാനത്തിൻ്റെ അന്ത്യമല്ലേ? പെട്രോ ഡോളർ സംവിധാനം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിനുള്ള ആ ഒരു ഡിമാൻഡ് ലോകത്തെമ്പാടും ഇടിയില്ലേ? അത് അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം താഴെ പോകുന്നതിന് കാരണമാവില്ലേ? അത് അമേരിക്കൻ എക്കോണമിയെ തകർക്കില്ലേ? എന്നാൽ ആ രീതിയിലുള്ള ഒരു വാർത്തകളും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു സംശയം തോന്നും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ കൃത്യമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് മാത്രമേ സൗദി തീരുമാനിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇനി എണ്ണ വ്യാപാരം നടത്തുമ്പോൾ അത് US ഡോളറിൽ നടത്തുകയില്ല എന്നൊന്നും സൗദി പറഞ്ഞിട്ടില്ല. US ഡോളറിനൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ലോക കറൻസികളിലും ഇനി മുതൽ അവർ എണ്ണ വ്യാപാരം നടത്തും എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പല രാജ്യങ്ങളും ഇപ്പോഴും US ഡോളറിൽ തന്നെയാണ് എണ്ണ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ ഉയർന്നു വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് സൗദി ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത്? അപ്പോൾ അതിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കാണാം. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സൗദി എന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള ദേശീയമായിട്ടുള്ള ചില കാരണങ്ങളും കാണാം. അപ്പോൾ അതിലാദ്യം നമുക്ക് സൗദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ലെവലിലുള്ള ഒരു റീസൺ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗദിയുടെ ട്രേഡിലുണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയൊരു ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് US ആയിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ മേടിച്ചിരുന്നതും US ആയിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ US ഡോളറിൽ കച്ചവടം നടത്തുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരം സൗദിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചൈനയാണ് എന്ന് കാണാം. ഏകദേശം $83 ബില്യൺ ട്രേഡാണ് ഒരു വർഷം സൗദിയുടെയും ചൈനയുടെയും ഇടയിൽ നടക്കുന്നത്. അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും സൗദി നടത്തുന്ന ട്രേഡിനേക്കാൾ കൂടുതലാണ് ചൈനയുമായിട്ടുള്ള ട്രേഡ് എന്ന് കാണാം. ഇനി അത് മാത്രമല്ല, സൗദിയിൽ നിന്നും ചൈന ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ 77% എന്ന് പറയുന്നതും സൗദിയുടെ ക്രൂഡ് ഓയിലാണെന്ന് കാണാം. സൗദി ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ ചൈന മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു ട്രേഡ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ നടക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും കറൻസി അല്ലാത്ത US ഡോളറിൽ ഈ ട്രേഡുകൾ നടത്തുന്നതിന് പകരം ഇവർക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കറൻസിയിൽ, ഇപ്പോൾ ചൈനീസ് യുവാൻ അല്ലെങ്കിൽ റെംനിബി ആയിരിക്കാം, അങ്ങനെയുള്ളൊരു കറൻസിയിൽ എന്തുകൊണ്ട് ട്രേഡ് നടത്തിക്കൂടാ എന്നുള്ള കാരണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാവാം അമേരിക്കൻ ഡോളറിന് പുറമെ മറ്റ് കറൻസികൾ ഉപയോഗിച്ചുകൊണ്ടും ഓയിൽ ട്രേഡ് നടത്താമെന്ന് സൗദി അറേബ്യ തീരുമാനിച്ചത് എന്ന് എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇതാണ് സൗദിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാഷണൽ റീസൺ എന്ന് പറയുന്നത്.
എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻ്റർനാഷണൽ റീസൺസ് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ റീസണിനെ നമുക്ക് പൊതുവെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ഡോളറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകം പതിയെ പതിയെ അമേരിക്കൻ ഡോളറിൻ്റെ ആ ഒരു ഡോമിനൻസിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. പതിയെ പതിയെ വേൾഡ് റിസർവ് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അമേരിക്കൻ ഡോളറിന് നഷ്ടപ്പെടുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, പതിയെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വരുന്ന 5-10 വർഷത്തിനുള്ളിൽ ഡോളറൈസേഷൻ നടക്കുമെന്നല്ല പറയുന്നത്. കൂടുതൽ എക്സ്പേർട്സും പ്രഡിക്റ്റ് ചെയ്യുന്നത് വരുന്ന ഒരു 50-60 വർഷത്തിനുള്ളിൽ അമേരിക്കൻ ഡോളറിൻ്റെ ഡോമിനൻസ് നഷ്ടപ്പെടാൻ വലിയൊരു സാധ്യതയുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരുന്ന ഡോളറൈസേഷൻ്റെ ആ ഒരു റേറ്റിനേക്കാൾ വലിയ രീതിയിലാണ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡോളറൈസേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ ഡോളറിൻ്റെ ഡോമിനൻസ് നഷ്ടപ്പെടുത്തുന്ന ഈ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ തന്നെ നിലപാടുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അമേരിക്കൻ ഡോളറിന് ഇത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അമേരിക്കൻ ഡോളർ ഒരു പവർഫുൾ കറൻസിയാണ് എന്നുള്ള ആ ഒരു സാഹചര്യത്തെ അമേരിക്ക പല സാഹചര്യങ്ങളിലും ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ കറൻസി പ്രിൻറ്റിങ് തന്നെയാണ്. അമേരിക്കയ്ക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അവർ കണക്കില്ലാതെ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണക്കുകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 2008 വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ $1 ട്രില്യൺ കറൻസിയാണ് അമേരിക്ക പ്രിൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി 2020 കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ 2020നും 2022നും ഇടയിൽ $6 ട്രില്യൺ പുതിയ കറൻസിയാണ് അമേരിക്ക പ്രിൻറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ഇങ്ങനെ കണക്കില്ലാതെ പണം പ്രിൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ ഇല്ലാതാവും, ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ നടക്കും, അത് പിന്നീട് ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുമെന്നുള്ളത് വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? കാരണം അമേരിക്കൻ ഡോളറിന് ലോകമെമ്പാടും ഇത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട്, എത്രത്തോളം പുതിയ പണം അച്ചടിച്ച് അവർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് വാങ്ങാൻ ആളുള്ളതുകൊണ്ട് വലിയൊരു ഷോക്ക് അമേരിക്കയുടെ എക്കോണമിക്ക് ഉണ്ടാവില്ല. അമേരിക്കയിൽ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്, അമേരിക്കൻ ഡോളറിൻ്റെ വാല്യൂവിൽ ചെറിയ രീതിയിലുള്ള കുറവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്, അമേരിക്കയിൽ ഇത് ചെറിയ രീതിയിൽ ബാധിക്കും, പക്ഷേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ഇപ്പോഴും ലോകത്തിൻ്റെ 58% റിസർവ് കറൻസി എന്ന് പറയുന്നത് US ഡോളറാണ്. അപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളുടെയും കയ്യിൽ US ഡോളറും അതുപോലെ തന്നെ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളും എല്ലാം ഉണ്ട്. അമേരിക്ക ഇങ്ങനെ ഒരു കണക്കുമില്ലാതെ ഡോളർ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞു കഴിയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം റിസർവ് കറൻസി അല്ലെങ്കിൽ റിസർവിൻ്റെ മൂല്യവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ കണക്കില്ലാതെ നോട്ട് പ്രിൻറ്റ് ചെയ്യും. അത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ ചെറുതായിട്ട് ബാധിക്കുകയും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ എല്ലാ സാമ്പത്തിക മേഖലയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ദുരുപയോഗം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെതിരെ ആളുകൾ മുന്നോട്ട് വരുന്നത് ഈ ഡോളറൈസേഷൻ ഒരു കാരണമാവുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഡോളറൈസേഷൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അമേരിക്ക ഈ ഡോളറിനെ വെപ്പണൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണം. അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്താൽ ഈ ഡോളറിൻ്റെ ഡോമിനൻസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഡോളറിൻ്റെ റിസർവ് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ രാജ്യങ്ങളെ ശിക്ഷിക്കാൻ എപ്പോഴും അമേരിക്ക മുന്നോട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായി റഷ്യയുടെ ഏകദേശം $300 ബില്യൺ ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റുകളാണ് അമേരിക്ക ഫ്രീസ് ചെയ്തത്. അതായത് റഷ്യയുടെ സ്വത്താണത്, പക്ഷേ ആ സ്വത്ത് ഉപയോഗിക്കാൻ റഷ്യക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇനി അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങൾക്കുമെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസ് മുന്നോട്ട് വെക്കുന്നത് കാണാം. ഇപ്പോൾ റഷ്യക്കെതിരെ സാങ്ഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു, നോർത്ത് കൊറിയക്കെതിരെ ഇറാനെതിരെ സാങ്ഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ രാജ്യങ്ങളുമായിട്ട്, ഈ നോർത്ത് കൊറിയയോ ഇറാനോ റഷ്യയുമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ബിസിനസ് ചെയ്താൽ ആ രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ മുന്നോട്ട് വെച്ച് ഈ ഡോളറിൻ്റെ റിസർവ് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസിനെ അവർ വെപ്പണൈസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം കയ്യിൽ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസറ്റുകളുണ്ട്, US ഡോളറുണ്ട്, അതുപോലെ തന്നെ US ട്രഷറി ബോണ്ടുകളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അസറ്റെല്ലാം ഇല്ലാതാവുന്നൊരവസ്ഥ, ആ സ്വത്തുക്കളെല്ലാം ഫ്രീസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് പതിയെ പതിയെ ആ ഡോളറിൻ്റെ ഡോമിനൻസിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി ഈ രാജ്യങ്ങൾ ശ്രമിക്കുകയാണ്. അത് ഈ ഡോളറൈസേഷന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, സൗദി അറേബ്യയുടെ കയ്യിൽ തന്നെ ഏകദേശം $135 ബില്യൺ അമേരിക്കൻ ട്രഷറി ബോണ്ടുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൗദിയും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഈ $135 ബില്യൺ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും.
ഇനി അതുപോലെ തന്നെ നമ്മൾ ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം $700 ബില്യൺ US ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റ്സ് ചൈനയുടെ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും ഈ ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചൈന അവരുടെ കയ്യിലുള്ള US കറൻസിയും അതുപോലെ തന്നെ US ബോണ്ടുകളും എല്ലാം വിറ്റഴിച്ച് സ്വർണം വാങ്ങുന്നൊരു ട്രെൻഡ് കാണുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏകദേശം 314 ടൺ സ്വർണ്ണമാണ് ചൈന വാങ്ങിക്കൂട്ടിയത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഡീഡോളറൈസേഷൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാം. ഇനി ഈ ഡീഡോളറൈസേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ നിലവിലത്തെ ഒരു ട്രേഡ് സിറ്റുവേഷനാണ്. നമ്മളൊരു 2000 കാലഘട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ 75% ലോകരാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് അമേരിക്ക ആയിരുന്നു എന്നാണ്. അമേരിക്കയുമായിട്ടാണ് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ട്രേഡ് ചെയ്തിരുന്നത്. എന്നാൽ 2020കളിലേക്ക് വരുമ്പോൾ 75% ലോകരാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്ണർ ചൈനയാണ് എന്ന് കാണാം. സോ തങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ US ഡോളർ കൂടിയേ തീരുകയുള്ളൂ. എന്നാൽ ചൈനയൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ US ഡോളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റ് കറൻസികൾ ഉപയോഗിച്ചും ട്രേഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തങ്ങളുടെ റിസർവിൽ ഒരുപാട് US ഡോളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നതും ഈ ഡീഡോളറൈസേഷൻ, അതായത് ഈ ട്രേഡ് സിറ്റുവേഷൻ ഈ ഡീഡോളറൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇതിനെല്ലാം പുറമെ ഈ ഡീഡോളറൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല സംഘടനകളും പല സിസ്റ്റംസും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും തിരിച്ചറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളിൽ തുടങ്ങി ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ബ്രിക്സ് പ്ലസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയൊക്കെ ഉടനെ തന്നെ ബ്രിക്സിൻ്റെ അംഗമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ അടുത്തിടെ നടന്നൊരു സമ്മിറ്റിൻ്റെ ഭാഗമായി ഏകദേശം 59ഓളം ലോകരാജ്യങ്ങൾ ഈ ബ്രിക്സിൻ്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളുണ്ടെന്ന് കാണാം. ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ലോകത്തിൽ പ്രധാനമായിട്ടും എല്ലാ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ ഡോമിനൻസിൽ നിന്നും പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങൾക്കെല്ലാം ഇടയിൽ ഇതുപോലെ വലിയ രീതിയിലുള്ള ട്രേഡ് നടക്കുകയും ക്രോസ് ബോർഡർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുകയും ചെയ്യുമ്പോൾ US ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് US ഡോളറിന് വലിയ രീതിയിലുള്ളൊരു പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള പല തീരുമാനങ്ങളും ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. ഈ അടുത്തിടെ റഷ്യയിൽ നടന്നിട്ടുള്ള ഒരു സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഒരു പുതിയ ബ്രിക്സ് പേയ്മെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ്. അതായത് ഡോളറിലല്ലാതെ മറ്റ് കറൻസികളിൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻസ് വളരെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് എംബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നതല്ല, ക്രോസ് ബോർഡർ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി പേയ്മെൻറ്റ് സിസ്റ്റം എന്നാണ് പൊതുവെ ഈ എംബ്രിഡ്ജ് അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ ചൈന, ഹോങ്കോങ്, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ രാജ്യങ്ങളുടെ എല്ലാം സെൻട്രൽ ബാങ്കുകൾ ഇവർ കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ പേയ്മെൻറ്റ് സിസ്റ്റമായിട്ടാണ് ഈ എംബ്രിഡ്ജ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എംബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം അവരുടെ സാധാരണ കറൻസി ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ ഡിജിറ്റൽ കറൻസികൾ, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിക്കും. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഡിജിറ്റൽ കറൻസികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഡിജിറ്റൽ കറൻസികളെ ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സുഗമമായി ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ എംബ്രിഡ്ജ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയും ഈ എംബ്രിഡ്ജ് പ്രോജക്റ്റിൻ്റെ ഒരു ഫുൾ പാർട്ട്ണറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ഡോളറോ US ഡോളറിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസിയോ ഈ എംബ്രിഡ്ജിൻ്റെ ഭാഗമല്ല. US ഡോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് പ്രധാനമായിട്ടും നടക്കുന്നത് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. ഈ സ്വിഫ്റ്റ് സിസ്റ്റത്തിന് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ എംബ്രിഡ്ജ് സംവിധാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എംബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ വളരെ ഫാസ്റ്റും ഈസിയുമായിട്ട് അവരുടെ ഡിജിറ്റൽ കറൻസികളിൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതും ഈ ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് എപ്പിസോഡുകളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഈ ഡോളർ ഡോമിനൻസിനെതിരെ ഈ ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡോളർ ഡോമിനൻസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1975കളിൽ വേൾഡ് റിസർവ് കറൻസിയുടെ ഏകദേശം 75%-ലധികവും US ഡോളർ ആയിരുന്നു എന്ന് കാണാം.
എന്നാലത് 2000 ഒക്കെ ആയപ്പോഴത്തേനും 71% കുറയുന്നുണ്ട്. 25 വർഷത്തിനുള്ളിൽ 4% കുറവാണ് ഉണ്ടായത്. എന്നാൽ 2000-നും 2020-നും ഇടയിൽ നോക്കുകയാണെങ്കിൽ 71% എന്നുള്ളത് 58% കുറഞ്ഞിരിക്കുന്നത് കാണാം. 13% ഒരു ഇടിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് പലരും ഇതിനെ മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ലോകമെമ്പാടും ഡോളറൈസേഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും മാത്രമല്ല ദേശീയപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പെട്രോ ഡോളർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ളൊരു നിലപാട് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് വന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ NFOയെക്കുറിച്ച് കൂടി ഓർമ്മിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.